നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, ചില സ്ത്രീകൾ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ മാത്രം എന്തുകൊണ്ടാണ് ചുറ്റുമുള്ളവർ എല്ലാം മറന്ന് അവരെ ശ്രദ്ധിക്കുന്നത്? അവരുടെ സൗന്ദര്യമോ സമ്പത്തോ ആണോ അതിന് കാരണം? അതോ അവർ ധരിക്കുന്ന വില കൂടിയ വസ്ത്രങ്ങളോ? അല്ല, ഒരിക്കലുമല്ല. അവരുടെ വാക്കുകളിലുള്ള അസാധാരണമായ ശക്തിയും അവരുടെ പെരുമാറ്റത്തിലെ ആകർഷണീയതയുമാണ് അതിന് യഥാർത്ഥ കാരണം. നമ്മുടെ സമൂഹത്തിൽ പലപ്പോഴും നാം കാണാറുണ്ട്, എത്ര വലിയ കഴിവുണ്ടെങ്കിലും ചിലർ സംസാരിക്കുമ്പോൾ ആരും അത് വിലമതിക്കാറില്ല. എന്നാൽ മറ്റു ചിലരാകട്ടെ വളരെ കുറച്ചു മാത്രമേ സംസാരിക്കൂവെങ്കിലും അവരുടെ ആ വാക്കുകൾക്ക് വലിയ ആഴവും സ്വാധീനവുമുണ്ടാകും. ഒരു വ്യക്തിയുടെ, പ്രത്യേകിച്ച് ഒരു സ്ത്രീയുടെ ഏറ്റവും വലിയ ആയുധമെന്നത് അവരുടെ വാക്കുകളാണ്. വാക്കുകൾ കൊണ്ട് ഒരാളെ ചിരിപ്പിക്കാനും കരയിപ്പിക്കാനും ജീവിതത്തിൽ വലിയ വിജയങ്ങൾ വെട്ടിപ്പിടിക്കാനും അതുപോലെ തന്നെ വലിയ തകർച്ചകൾ ഏറ്റുവാങ്ങാനും സാധിക്കും. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ചിരുന്ന ആചാര്യ ചാണക്യൻ തന്റെ ലോകപ്രശസ്തമായ ചാണക്യനീതിയിൽ ജീവിത വിജയത്തിനായുള്ള നിരവധി തത്വങ്ങൾ വളരെ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് മനുഷ്യരുടെ ആശയവിനിമയം. ഒരു സ്ത്രീ എങ്ങനെ സംസാരിക്കണം, ഏത് സാഹചര്യത്തിൽ എങ്ങനെ പെരുമാറണം, അവളുടെ വാക്കുകൾ എങ്ങനെ അവളുടെ വ്യക്തിത്വത്തെ രൂപപ്പെടുത്തുന്നു എന്നതിനെക്കുറിച്ച് ചാണക്യൻ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. ഇന്നത്തെ ആധുനിക കാലത്തും ഈ തത്വങ്ങൾക്ക് വലിയ പ്രസക്തിയുണ്ട്. ജോലിസ്ഥലത്തായാലും കുടുംബത്തിലായാലും സമൂഹത്തിലായാലും ഒരു സ്മാർട്ടായ സ്ത്രീ എങ്ങനെയാണ് സംസാരിക്കുക, അവർ ശ്രദ്ധിക്കുന്ന പ്രധാന കാര്യങ്ങൾ എന്തെല്ലാമാണ് എന്നാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത്. ഇത് കേവലം പുരാതനമായ ഒരു ആശയമല്ല, മറിച്ച് ആധുനിക കാലത്തെ ഓരോ സ്ത്രീയും അറിഞ്ഞിരിക്കേണ്ട, തന്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ട ഏറ്റവും മികച്ച ചില ജീവിത പാഠങ്ങളാണ്. ഈ വീഡിയോയിലെ ആശയങ്ങൾ നിങ്ങൾക്ക് ജീവിതത്തിൽ ഉപകാരപ്പെടുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യാനും മറക്കരുത്. സ്മാർട്ടായ ഒരു സ്ത്രീയുടെ ഏറ്റവും വലിയ സവിശേഷത അവൾ എപ്പോഴും അർത്ഥവത്തായി മാത്രമേ സംസാരിക്കൂ എന്നതാണ്. ചാണക്യനീതി പ്രകാരം ഒരു വ്യക്തി തന്റെ വാക്കുകൾ വളരെ സൂക്ഷിച്ചു വേണം ഉപയോഗിക്കാൻ. ബുദ്ധിയുള്ള സ്ത്രീകൾ ഒരിക്കലും അനാവശ്യമായി സംസാരിച്ച് തങ്ങളുടെ വില കളയില്ല. അവർ മറ്റുള്ളവരെക്കുറിച്ചുള്ള കുശുകുശുപ്പുകളിലോ പരദൂഷണങ്ങളിലോ സമയം ചിലവഴിക്കില്ല. തനിക്ക് ചുറ്റും നടക്കുന്ന അനാവശ്യമായ സംസാരങ്ങളിൽ നിന്നും അവർ എപ്പോഴും അകലം പാലിക്കും. ഒരുപാട് സംസാരിക്കുന്ന ആളുകൾക്ക് പലപ്പോഴും വലിയ അബദ്ധങ്ങൾ സംഭവിക്കാൻ സാധ്യത കൂടുതലാണ്. എന്നാൽ ബുദ്ധിയുള്ള സ്ത്രീകൾ സംസാരിക്കുന്നതിനു മുൻപ് കൃത്യമായി ചിന്തിക്കുന്നു. താൻ പറയുന്ന വാക്കുകൾക്ക് എന്തു ഫലമാണ് ഉണ്ടാകാൻ പോകുന്നതെന്ന് അവർക്ക് കൃത്യമായ ബോധ്യമുണ്ട്. അതുപോലെ തന്നെ മൗനം എന്നത് അവർക്ക് ഒരു വലിയ ആയുധമാണ്. എല്ലാ സാഹചര്യങ്ങളിലും പ്രതികരിക്കേണ്ടതില്ല എന്ന് അവർക്കറിയാം. ചില സമയങ്ങളിൽ നമ്മുടെ മൗനമാണ് ഏറ്റവും വലിയ മറുപടി. തന്നെ പ്രകോപിപ്പിക്കാൻ ശ്രമിക്കുന്നവരോട് തർക്കിക്കാൻ പോകാതെ മൗനം കൊണ്ട് അവർക്ക് ശക്തമായ മറുപടി നൽകാൻ സ്മാർട്ടായ സ്ത്രീകൾക്ക് എളുപ്പത്തിൽ കഴിയും. ഇത് അവരുടെ ആത്മവിശ്വാസത്തെയും പക്വതയെയുമാണ് കാണിക്കുന്നത്. ചാണക്യന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ഉപദേശമാണ് സ്വന്തം രഹസ്യങ്ങൾ മറ്റാരുമായും പങ്കുവെക്കരുത് എന്നത്. സ്മാർട്ടായ സ്ത്രീകൾ സംസാരിക്കുമ്പോൾ ഒരിക്കലും തങ്ങളുടെ വ്യക്തിപരമായ കാര്യങ്ങളോ കുടുംബത്തിലെ വലിയ പ്രശ്നങ്ങളോ സാമ്പത്തിക കാര്യങ്ങളോ പുറത്തുള്ളവരുമായി പങ്കുവെക്കില്ല. എത്ര അടുത്ത സുഹൃത്തായാലും ചില കാര്യങ്ങൾ സ്വന്തം മനസ്സിൽ തന്നെ സൂക്ഷിക്കാൻ അവർക്കറിയാം. ഇന്ന് നമ്മോട് വളരെ അടുപ്പമുള്ള ഒരാൾ നാളെ ചിലപ്പോൾ നമ്മുടെ ശത്രുവായി മാറാം. അപ്പോൾ നമ്മൾ പറഞ്ഞ രഹസ്യങ്ങൾ തന്നെ അവർ നമുക്കെതിരെ ആയുധമായി ഉപയോഗിച്ചേക്കാം എന്ന് ചാണക്യൻ ഓർമ്മിപ്പിക്കുന്നു. അതുകൊണ്ട് ബുദ്ധിയുള്ള സ്ത്രീകൾ തങ്ങളുടെ ദൗർബല്യങ്ങൾ എന്താണെന്ന് മറ്റുള്ളവരെ അറിയിക്കില്ല. സ്വന്തം ഭാവിയെക്കുറിച്ചുള്ള പദ്ധതികൾ, സ്വപ്നങ്ങൾ, തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സങ്കടങ്ങൾ എന്നിവയെല്ലാം അവർ വളരെ സൂക്ഷ്മമായി കൈകാര്യം ചെയ്യുന്നു. അവർ എല്ലാവരോടും ചിരിച്ച് സംസാരിക്കുകയും നല്ല ബന്ധം കാത്തുസൂക്ഷിക്കുകയും ചെയ്യുമെങ്കിലും തന്റെ ഹൃദയത്തിന്റെ താക്കോൽ എല്ലാവർക്കും മുന്നിൽ തുറന്നുവെക്കില്ല. ഈയൊരു സ്വഭാവം അവരെ പല അപകടങ്ങളിൽ നിന്നും ചതിക്കുഴികളിൽ നിന്നും എക്കാലത്തും രക്ഷിക്കുന്നു. പലപ്പോഴും നമ്മൾ കാണാറുണ്ട്, അതികഠിനമായ ദേഷ്യം വരുമ്പോഴോ സങ്കടം വരുമ്പോഴോ പലരും എന്തൊക്കെയോ വിളിച്ചു പറയും. പിന്നീട് ആ പറഞ്ഞ വാക്കുകളെക്കുറിച്ച് ഓർത്ത് ജീവിതകാലം മുഴുവൻ ദുഃഖിക്കുകയും ചെയ്യും. എന്നാൽ ചാണക്യനീതി പറയുന്നതനുസരിച്ച് വികാരങ്ങൾക്ക് പൂർണ്ണമായും അടിമപ്പെട്ട് സംസാരിക്കുന്നത് വലിയ ബുദ്ധിശൂന്യതയാണ്. സ്മാർട്ടായ സ്ത്രീകൾ ഒരിക്കലും തങ്ങളുടെ വികാരങ്ങളെ തങ്ങളുടെ നാവിനെ നിയന്ത്രിക്കാൻ അനുവദിക്കില്ല. ദേഷ്യം വരുമ്പോൾ അവർ ഒരിക്കലും പെട്ടെന്ന് പ്രതികരിക്കില്ല. കാരണം ദേഷ്യത്തിൽ മനുഷ്യന്റെ ബുദ്ധി നശിക്കുകയും വിവേകം നഷ്ടപ്പെടുകയും ചെയ്യും എന്ന് ചാണക്യൻ വ്യക്തമാക്കുന്നു. ആ സമയത്ത് പറയുന്ന വാക്കുകൾ നല്ല ബന്ധങ്ങളെ എന്നേക്കുമായി തകർക്കും. അതുകൊണ്ട് ബുദ്ധിയുള്ള സ്ത്രീകൾ ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ ശാന്തമായി ചിന്തിക്കുകയും വികാരങ്ങൾ പൂർണ്ണമായും അടങ്ങിയ ശേഷം മാത്രം കൃത്യമായ മറുപടി നൽകുകയും ചെയ്യുന്നു. സങ്കടം വരുമ്പോഴും അവർ മറ്റുള്ളവരുടെ സഹതാപം പിടിച്ചുപറ്റാൻ വേണ്ടി സങ്കടങ്ങൾ വിളിച്ചു കൂവാറില്ല. തന്റെ പ്രശ്നങ്ങൾ സ്വയം പരിഹരിക്കാൻ കഴിവുള്ളവളാണ് താൻ എന്ന ഉത്തമ ബോധ്യം അവർക്കുണ്ട്. വികാരങ്ങളെ നിയന്ത്രിച്ച് യുക്തിസഹമായി സംസാരിക്കാൻ കഴിയുക എന്നതാണ് ഒരു യഥാർത്ഥ സ്മാർട്ട് സ്ത്രീയുടെ പ്രധാന ലക്ഷണം. ചാണക്യനീതിയിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട്, ആരോടാണ് സംസാരിക്കുന്നത് എന്നതിനെ ആശ്രയിച്ചിരിക്കണം നമ്മുടെ സംസാരരീതി.
സ്മാർട്ടായ സ്ത്രീകൾ സംസാരിക്കുന്നതിന് മുൻപ് മുന്നിൽ നിൽക്കുന്ന വ്യക്തിയുടെ സ്വഭാവം, അവരുടെ ബുദ്ധിനിലവാരം, സംസാരിക്കുന്ന സാഹചര്യം എന്നിവ കൃത്യമായി മനസ്സിലാക്കുന്നു. ഒരു വിഡ്ഢിയോട് തർക്കിക്കാൻ പോകുന്നത് സ്വന്തം സമയം കളയുന്നതിന് തുല്യമാണെന്നവർക്കറിയാം. അതുപോലെ വലിയ അറിവുള്ളവരോട് സംസാരിക്കുമ്പോൾ അവർ വളരെ ശ്രദ്ധയോടെ കേൾക്കുകയും അവരിൽ നിന്ന് പുതിയ കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിക്കുകയും ചെയ്യും. തന്റെ മുന്നിൽ നിൽക്കുന്ന വ്യക്തിക്ക് എന്തു പറഞ്ഞാലാണ് മനസ്സിലാവുക, അവരോട് ഏത് ഭാഷയിലാണ് സംസാരിക്കേണ്ടത് എന്നവർക്ക് നല്ല ബോധ്യമുണ്ട്. ജോലിസ്ഥലത്ത് മുതിർന്ന ഉദ്യോഗസ്ഥരോട് സംസാരിക്കേണ്ട രീതിയിലല്ല അവർ സമപ്രായക്കാരായ സുഹൃത്തുക്കളോട് സംസാരിക്കുന്നത്. സാഹചര്യങ്ങൾക്കനുസരിച്ച് തന്റെ സംസാരശൈലി മാറ്റാനും ആരെയും വേദനിപ്പിക്കാതെ എന്നാൽ തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ വളരെ വ്യക്തമായി അവതരിപ്പിക്കാനും അവർക്ക് സവിശേഷമായ കഴിവുണ്ട്. ചാണക്യൻ എപ്പോഴും മൃദുവായി സംസാരിക്കാൻ ഉപദേശിക്കുന്നു. കഠിനമായ വാക്കുകൾ ഉപയോഗിക്കുന്നത് ശത്രുക്കളെ സൃഷ്ടിക്കാനേ ഉപകരിക്കൂ. സ്മാർട്ടായ സ്ത്രീകൾ എപ്പോഴും വളരെ മാന്യമായും അങ്ങേയറ്റം വിനയത്തോടെയുമാണ് സംസാരിക്കുക. അവരുടെ വാക്കുകളിൽ ഒരു പ്രത്യേക ആകർഷണീയത എപ്പോഴും ഉണ്ടായിരിക്കും. എന്നാൽ ഈ വിനയം അവരുടെ ബലഹീനതയാണെന്ന് ആരെങ്കിലും തെറ്റിദ്ധരിച്ചാൽ അവർക്കപ്പോൾ തന്നെ കൃത്യമായ മറുപടി കൊടുക്കാനും അവർക്കറിയാം. അവർ മൃദുവായി സംസാരിക്കുന്നു എന്നതിനർത്ഥം അവർ മറ്റുള്ളവരുടെ എല്ലാ അനാവശ്യ കാര്യങ്ങളും അനുസരിക്കും എന്നല്ല. തനിക്ക് തീരെ ഇഷ്ടമില്ലാത്ത കാര്യങ്ങളോട് നോ പറയാൻ അവർക്ക് ഒരു മടിയുമില്ല. എന്നാൽ ആ നോ പറയുന്നത് വളരെ മാന്യവും എന്നാൽ ദൃഢവുമായ ഭാഷയിലായിരിക്കും. തന്റെ നിലപാടുകളിൽ അവരെപ്പോഴും ഉറച്ചു നിൽക്കും. മറ്റുള്ളവരെ പ്രീതിപ്പെടുത്താൻ വേണ്ടി മാത്രം സ്വന്തം അഭിപ്രായങ്ങൾ മാറ്റുന്ന സ്വഭാവം അവർക്കില്ല. സത്യം പറയേണ്ടിടത്ത് അത് യാതൊരു ഭയവുമില്ലാതെ തുറന്നു പറയാൻ അവർ മടിക്കില്ല. എന്നാൽ ആ സത്യം മറ്റുള്ളവരെ അനാവശ്യമായി മുറിപ്പെടുത്താത്ത രീതിയിൽ അവതരിപ്പിക്കാൻ അവർ എപ്പോഴും ശ്രദ്ധിക്കുന്നു. നല്ലൊരു പ്രാസംഗികയാകുന്നതിനു മുൻപ് നല്ലൊരു ശ്രോതാവാകണം എന്ന് പറയാറുണ്ട്. സ്മാർട്ടായ സ്ത്രീകളുടെ സംസാരത്തിലെ ഏറ്റവും വലിയ രഹസ്യം അവർ മറ്റുള്ളവർ പറയുന്നത് പൂർണ്ണമായും ശ്രദ്ധിച്ചു കേൾക്കുന്നു എന്നതാണ്. ഒരാൾ സംസാരിക്കുമ്പോൾ ഇടയ്ക്ക് കയറി സംസാരിക്കുകയോ അവരുടെ വാക്കുകൾ തടസ്സപ്പെടുത്തുകയോ അവർ ഒരിക്കലും ചെയ്യില്ല. മറ്റുള്ളവർക്ക് പറയാനുള്ളത് മുഴുവൻ കേൾക്കുകയും അത് മനസ്സിലാക്കുകയും ചെയ്ത ശേഷം മാത്രമേ അവർ തന്റെ അഭിപ്രായം വ്യക്തമാക്കൂ. ഈയൊരു സ്വഭാവം മറ്റുള്ളവർക്ക് അവരോടുള്ള ബഹുമാനം വളരെയധികം വർദ്ധിപ്പിക്കുന്നു. തന്റെ വാക്കുകൾക്ക് ഇവർ വലിയ വില നൽകുന്നുണ്ടല്ലോ എന്ന പോസിറ്റീവായ തോന്നൽ എതിരെ നിൽക്കുന്ന വ്യക്തിയിൽ ഉണ്ടാക്കാൻ ഈ കേൾവിയിലൂടെ അവർക്ക് സാധിക്കുന്നു. ഒരുപാട് അറിവുകൾ നേടാനും ചുറ്റുപാടുകളെ കൃത്യമായി വിലയിരുത്താനും ഈ കേൾക്കുന്ന ശീലം അവരെ സഹായിക്കുന്നു. ചാണക്യനീതി പ്രകാരം അറിവ് നേടാനുള്ള ഏറ്റവും മികച്ച മാർഗം മറ്റുള്ളവരെ ശ്രദ്ധിക്കുക എന്നതാണ്. സംസാരത്തിൽ ഒരു സ്മാർട്ടായ സ്ത്രീ എപ്പോഴും ശ്രദ്ധിക്കുന്ന മറ്റൊരു കാര്യമാണ് പ്രശംസകളും വിമർശനങ്ങളും എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നത്. ആരെങ്കിലും അവരെ പ്രശംസിച്ചാൽ അവർ ഒരിക്കലും അഹങ്കാരികളാകില്ല. വളരെ വിനയത്തോടെയും സന്തോഷത്തോടെയും അവർ അത് സ്വീകരിക്കും. അതുപോലെ തന്നെ മറ്റുള്ളവരെ ആത്മാർത്ഥമായി പ്രശംസിക്കാനും അവർക്ക് യാതൊരു മടിയുമില്ല. മറ്റൊരാളുടെ നല്ല കാര്യങ്ങളെ അംഗീകരിക്കുന്നത് സ്വന്തം വ്യക്തിത്വത്തിന്റെ മഹത്വമാണ് കാണിക്കുന്നത് എന്നവർക്കറിയാം. എന്നാൽ വിമർശനങ്ങൾ നേരിടുമ്പോൾ അവർ തളർന്നു പോകാറില്ല. ആരെങ്കിലും അവരെ വിമർശിച്ചാൽ അവർ പെട്ടെന്ന് ദേഷ്യപ്പെടുകയോ അതിശക്തമായി പ്രതിരോധിക്കാൻ ശ്രമിക്കുകയോ ചെയ്യില്ല. ആ വിമർശനത്തിൽ എന്തെങ്കിലും സത്യമുണ്ടോ എന്ന് അവർ സ്വയം വിലയിരുത്തും. തിരുത്തേണ്ട കാര്യങ്ങളുണ്ടെങ്കിൽ അത് സന്തോഷത്തോടെ തിരുത്തും. അല്ലാത്ത അനാവശ്യ വിമർശനങ്ങളെ അവർ പുഞ്ചിരിയോടെ തള്ളിക്കളയും. ആരെങ്കിലും മോശമായി സംസാരിച്ചാൽ അതേ നാണയത്തിൽ തിരിച്ചടിക്കുന്നതിനു പകരം തന്റെ മാന്യത ഒട്ടും കൈവിടാതെ അവർക്ക് മറുപടി നൽകാനാണ് ബുദ്ധിയുള്ള സ്ത്രീകൾ എപ്പോഴും ശ്രമിക്കുക. അവരുടെ ഓരോ വാക്കും അവരുടെ വലിയ പക്വതയുടെയും സംസ്കാരത്തിന്റെയും വ്യക്തമായ പ്രതിഫലനമായിരിക്കും. സ്തുതിപാഠകരെ, അതായത് മുഖസ്തുതി പറയുന്നവരെ തിരിച്ചറിയാൻ കഴിയുക എന്നത് ചാണക്യൻ പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സ്മാർട്ടായ സ്ത്രീകൾ ഒരിക്കലും തങ്ങളെ അമിതമായി പുകഴ്ത്തുന്നവരുടെ വാക്കുകളിൽ മയങ്ങി വീഴില്ല. തന്റെ മുന്നിൽ വന്ന് തന്റെ സൗന്ദര്യത്തെയും കഴിവുകളെയും കുറിച്ച് അമിതമായി വർണ്ണിക്കുന്നവരുടെ ഉള്ളിലെ യഥാർത്ഥ ഉദ്ദേശ്യമെന്താണെന്ന് വളരെ വേഗം മനസ്സിലാക്കാൻ ഇവർക്ക് കഴിയും. മുഖസ്തുതി പറയുന്നവർ പലപ്പോഴും സ്വന്തം കാര്യസാധ്യത്തിനു വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത് എന്നവർക്കറിയാം. അതിനാൽ തന്നെ അത്തരം ആളുകളോട് അവർ എപ്പോഴും സുരക്ഷിതമായ ഒരു അകലം പാലിക്കും. ജീവിതത്തിലെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഒരു സ്ത്രീയുടെ സംസാരം എങ്ങനെയായിരിക്കണം എന്നും ചാണക്യൻ പറയുന്നുണ്ട്. ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ പരാതികൾ പറഞ്ഞ് സമയം കളയാൻ സ്മാർട്ടായ സ്ത്രീകൾ തയ്യാറാകില്ല. പകരം ആ പ്രതിസന്ധിയെ എങ്ങനെ മറികടക്കാം എന്നതിനെക്കുറിച്ചായിരിക്കും അവരുടെ സംസാരവും ചിന്തകളും. അവർ സ്വയം പ്രചോദിപ്പിക്കുകയും തനിക്ക് ചുറ്റുമുള്ളവർക്ക് വലിയ ആത്മവിശ്വാസം നൽകുകയും ചെയ്യും. ഭയമോ നിരാശയോ അവരുടെ വാക്കുകളിൽ നിഴലിക്കില്ല. തന്റെ കുടുംബത്തിനോ സ്ഥാപനത്തിനോ ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ അവരെ മുന്നോട്ട് നയിക്കാനും ധൈര്യം പകരാനും അവരുടെ വാക്കുകൾക്ക് സാധിക്കും. ചാണക്യന്റെ ഈ തത്വങ്ങൾ ഒരു ദിവസത്തെ പരിശീലനം കൊണ്ട് ആർക്കും നേടിയെടുക്കാവുന്നതല്ല. ഇതൊരു നിരന്തരമായ ജീവിത പ്രക്രിയയാണ്. സംസാരിക്കുക എന്നത് എല്ലാവർക്കും കഴിയുന്ന വളരെ സാധാരണമായ കാര്യമാണ്. എന്നാൽ എന്തു പറയണം, എന്തു പറയരുത്, എങ്ങനെ പറയണം, എപ്പോൾ പറയണം എന്ന തിരിച്ചറിവാണ് ഒരാളെ മറ്റുള്ളവരിൽ നിന്നും തീർത്തും വ്യത്യസ്തനാക്കുന്നത്. ഇന്നത്തെ കാലത്ത് സ്ത്രീകൾ കുടുംബത്തിനു പുറമെ
വലിയ വലിയ സ്ഥാപനങ്ങളിലും സമൂഹത്തിലും രാജ്യത്തിന്റെ തന്നെ ഭരണതലങ്ങളിലും പ്രധാനപ്പെട്ട പദവികൾ വഹിക്കുന്നവരാണ്. അവിടെയെല്ലാം തന്റെ വ്യക്തിമുദ്ര പതിപ്പിക്കാൻ ഒരു സ്ത്രീക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് മികച്ച ആശയവിനിമയ ശേഷി തന്നെയാണ്. നിങ്ങളുടെ വസ്ത്രധാരണമോ സൗന്ദര്യമോ ആദ്യത്തെ കുറച്ചു നിമിഷങ്ങളിൽ മറ്റുള്ളവരെ ആകർഷിച്ചേക്കാം. എന്നാൽ നിങ്ങൾ സംസാരിക്കാൻ തുടങ്ങുന്ന ആ നിമിഷം മുതൽ നിങ്ങളുടെ യഥാർത്ഥ വ്യക്തിത്വം പുറത്തുവരികയാണ്. ഒരിക്കൽ വായിൽ നിന്ന് വീണുപോയ വാക്ക് പിന്നീട് ഒരിക്കലും തിരിച്ചെടുക്കാൻ സാധിക്കില്ല എന്ന വലിയ സത്യം എപ്പോഴും ഓർമ്മ വേണം. അമ്പിൽ നിന്ന് വിട്ട ശരവും വായിൽ നിന്ന് വീണ വാക്കും ഒരുപോലെയാണ് എന്ന് പണ്ടുള്ളവർ പറയാറില്ലേ? അതുകൊണ്ട് തന്നെ തന്റെ വാക്കുകൾ സ്വന്തം ജീവിതത്തെയും മറ്റുള്ളവരുടെ ജീവിതത്തെയും എങ്ങനെ ബാധിക്കും എന്ന് ബുദ്ധിയുള്ള ഓരോ സ്ത്രീയും ആഴത്തിൽ ചിന്തിക്കുന്നു. അവർ മറ്റുള്ളവർക്ക് എപ്പോഴും പോസിറ്റീവായ കാര്യങ്ങൾ പകർന്നു നൽകാൻ ശ്രമിക്കും. അവരുടെ സംസാരം കേൾക്കുമ്പോൾ തന്നെ മറ്റുള്ളവർക്ക് വലിയൊരു ആശ്വാസവും ജീവിക്കാൻ പുതിയ ഊർജ്ജവും ലഭിക്കുന്ന തരത്തിലായിരിക്കും അവരുടെ പെരുമാറ്റം. നിഷേധാത്മകമായ കാര്യങ്ങൾ എപ്പോഴും സംസാരിക്കുന്നവരിൽ നിന്നും പൂർണ്ണമായും അകലം പാലിക്കാനും അവർ ശ്രദ്ധിക്കുന്നു. കാരണം നാം ആരുമായി കൂടുതൽ ഇടപെടുന്നുവോ അവരിൽ നിന്നാണ് പലപ്പോഴും നമ്മുടെ ചിന്തകളും സംസാരരീതിയും രൂപപ്പെടുന്നത്. കൂടാതെ സ്വന്തം അറിവ് നിരന്തരം വർദ്ധിപ്പിക്കുന്നതിൽ ഒരു സ്മാർട്ടായ സ്ത്രീ എപ്പോഴും ശ്രദ്ധാലുവായിരിക്കും. നല്ല പുസ്തകങ്ങൾ വായിക്കുക, പുതിയ കാര്യങ്ങൾ ദിവസവും പഠിക്കുക, ലോകത്ത് നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായ അറിവ് നേടുക എന്നിവയെല്ലാം അവരുടെ സംസാരത്തിൽ വളരെ പ്രകടമായി പ്രതിഫലിക്കും. തനിക്ക് യാതൊരു അറിവുമില്ലാത്ത വിഷയങ്ങളെക്കുറിച്ച് വലിയ വാചകമടിക്കാൻ അവർ നിൽക്കില്ല. തനിക്കറിയില്ല എന്ന് തുറന്നു പറയാൻ അവർക്ക് യാതൊരു മടിയുമില്ല. അത് അവരുടെ വ്യക്തിത്വത്തിന്റെയും ആത്മവിശ്വാസത്തിന്റെയും വലിയ ലക്ഷണമാണ്. എന്നാൽ തനിക്ക് അറിവുള്ള വിഷയങ്ങളിൽ കൃത്യമായ തെളിവുകളുടെയും യുക്തിയുടെയും അടിസ്ഥാനത്തിൽ ആരുടെ മുന്നിലും ധൈര്യത്തോടെ സംസാരിക്കാനും അവർക്ക് കഴിയും. കുടുംബ ബന്ധങ്ങളിലും ഈ സംസാരരീതിക്ക് വളരെ വലിയ പ്രാധാന്യമുണ്ട്. ഒരു വീടിന്റെ യഥാർത്ഥ സമാധാനം എന്നത് പലപ്പോഴും ആ വീട്ടിലെ സ്ത്രീയുടെ പെരുമാറ്റത്തിലും സംസാരത്തിലുമാണ് ഇരിക്കുന്നത്. ഭർത്താവിനോടായാലും കുട്ടികളോടായാലും വളരെ സ്നേഹത്തോടെയും എന്നാൽ അച്ചടക്കത്തോടെയും സംസാരിക്കാൻ അവർക്ക് കഴിയും. അനാവശ്യമായ വാദപ്രതിവാദങ്ങൾ ഒഴിവാക്കി സമാധാനപരമായ അന്തരീക്ഷം വീട്ടിൽ നിലനിർത്താൻ ബുദ്ധിയുള്ള ഒരു സ്ത്രീ എപ്പോഴും ശ്രമിക്കും. കുടുംബത്തിലെ ഓരോ അംഗത്തിന്റെയും മാനസികാവസ്ഥ കൃത്യമായി മനസ്സിലാക്കി അവരോട് ഇടപെടാൻ അവർക്ക് പ്രത്യേക കഴിവുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് പുതിയ അറിവുകൾ നൽകിയെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യാനും മറക്കരുത്. ചുരുക്കത്തിൽ ചാണക്യനീതി പ്രകാരം ഒരു സ്മാർട്ടായ സ്ത്രീയുടെ സംസാരം എന്നത് വെറുമൊരു ശബ്ദമല്ല, അതവളുടെ ബുദ്ധിയുടെ, പക്വതയുടെ, ലോകവിവരത്തിന്റെ, ആത്മവിശ്വാസത്തിന്റെ ഏറ്റവും വലിയ പ്രതിഫലനമാണ്. വാക്കുകൾ എങ്ങനെ ഉപയോഗിക്കണം എന്ന് പഠിക്കുന്നതിലൂടെ ലോകത്തെ മുഴുവൻ കീഴടക്കാനുള്ള വലിയ കരുത്ത് ഓരോ സ്ത്രീക്കും ലഭിക്കുന്നു. ഓർക്കുക, നിങ്ങളുടെ വാക്കുകളാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ആയുധം. അതെപ്പോഴും വിവേകത്തോടെ ഉപയോഗിക്കുക. നിങ്ങളുടെ ആശയവിനിമയ ശൈലിയിൽ മാറ്റങ്ങൾ വരുത്താൻ ഈ വീഡിയോ ഉപകരിച്ചോ? ഒരു കാര്യത്തിൽ കൂടി വ്യക്തത വരുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിത്യജീവിതത്തിൽ മറ്റുള്ളവരുമായി സംസാരിക്കുമ്പോൾ നിങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്താണ്?